ഇന്നലത്തെ മഴയുടെ പരിണിത ഫലങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. വൈകിട്ട് തൊട്ട് തുടങ്ങിയതാണ് മഴ. രാത്രി ഫുള്ള് മഴ പെയ്തായിരുന്നാണ് എൻ്റെ വിശ്വാസം. അറിഞ്ഞില്ല. അപ്പം മൊത്തം തൂളി അടിച്ചു പോയി. അകത്താണ് ഇരുന്ന ഷെഡിൻ്റെ, എന്നാലും മൊത്തം അടിച്ചിട്ടുണ്ട്. ബാക്കിൽ ഞാൻ മൂടിയിട്ടിരുന്നത് കൊണ്ട് അത്രത്തോളം അടിച്ചില്ല, എങ്കിലും കുറച്ച് അടിച്ചിട്ടുണ്ട്. ഇനി ഇത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് വെളിയിലൊക്കെ എന്ത് നാശനഷ്ടം ഉണ്ടായിരുന്നു എന്ന് നോക്കിയിട്ട് വരാം. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇന്നലെ വൈകിട്ട് തൊട്ട് ഇവിടെ നല്ല മഴയായിരുന്നു. അപ്പം മഴ പെയ്തിട്ട് നമ്മുടെ റോഡിൻ്റെയൊക്കെ അവസ്ഥ, ഈ സൈഡ് മൊത്തം വെള്ളം കയറും. ഈ സൈഡ് തൊട്ട് അങ്ങേറ്റം വരെ നല്ല വെള്ളമാണ്. അപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെയുണ്ട് വെള്ളക്കെട്ട് അവസ്ഥ എന്നൊന്ന് നോക്കാനായിട്ട് ഇറങ്ങിയതാണ്. വീട്ടിലിരുന്ന് വണ്ടി മൊത്തം തൊളിയടിച്ച് ഒരു പരുവമായി. പറഞ്ഞ കണക്ക് തന്നെ ഇവിടെ ചെറിയൊരു മഴ പെയ്താൽ തന്നെ ഇവിടുത്തെ അവസ്ഥ വളരെ വളരെ പരിതാപകരമാണ്. ഞാൻ കാണിച്ചു തരാം. ഒറ്റ പൊന്നേ കൊല്ലാൻ വന്നു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പോൾ റോഡ് ടാറിട്ട് മുമ്പായിരുന്നെങ്കിൽ ഇവിടെ പക്ഷെ മൊത്തം കുഴിയായിരുന്നു. മുമ്പേ ഈ റോഡ് മൊത്തം കുഴിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ ഒരു ടാറിട്ട് റെഡിയാക്കി. ഈ സൈഡ് മൊത്തം കുഴിയായിരുന്നു. ഇവിടെ എന്തായാലും വെള്ളം കെട്ടി കിടക്കും, പക്ഷെ ടാറിട്ടതുകൊണ്ട് കുഴിയില്ല, ലെവലാക്കി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മഴ പെയ്താലും ഇവിടെ ഇതുപോലെ തന്നെ വെള്ളം കെട്ടി കിടക്കും. ഇനിയുണ്ട്, അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. മഴയും തൊളിയും വെള്ളവും ആയിരിക്കുമെന്ന് അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഷൂസ് ഇടാതാണ്ട് ചപ്പൽ മാത്രം ഇട്ടുകൊണ്ട് വന്നത്. ഇതാകുമ്പോൾ പിന്നെ നനഞ്ഞാലും സീനില്ല. ഷൂസ് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോൾ വണ്ടി എടുത്തിട്ട് 2 ദിവസമായി. വ്യാഴാഴ്ച കണ്ടാണ് ഞാൻ ലാസ്റ്റ് വണ്ടി ഇറക്കിയത് വീട്ടിൽ നിന്ന് വെളിയിൽ. അതിനുശേഷം വെള്ളി കഴിഞ്ഞ് ശനി കഴിഞ്ഞ് ഞായറായി. അതുകൊണ്ട് 3 ദിവസമായി. അപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു വണ്ടിക്ക്. സ്റ്റാർട്ടർ 3 സീനുണ്ട് വണ്ടിയുടെ. കുറച്ച് ദിവസം എടുക്കാതിരിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവില്ല. കിടക്കിടക്കിടക്കിട സൗണ്ട് മാത്രം. ഇവിടെ ഉണ്ട്. ഇവിടെ ഇതൊക്കെ വളരെ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ ഇതിലും കൂടുതലാണ്. ഇപ്രാവശ്യത്തിൽ കുറവുണ്ട്. പക്ഷെ ഇവിടെ കട്ടറും ഉണ്ട് കേട്ടാ. എന്തവസ്ഥയെന്ന് നോക്ക്. വളരെ ഓട ഉണ്ടായിരുന്നു, ഈ ഇത് ഇടില്ലായിരുന്നു. വളരെ പതിയെ ഇവിടെ എവിടെയൊക്കെ കുഴിയുണ്ട്. ഇതൊന്ന് വീഴുമെന്തോ. കുഴിയിൽ തന്നെ വീണിട്ടുണ്ട്. പക്ഷെ ഭയങ്കര വലിയ കുഴിയല്ല, ചെറിയ കുഴിയും പതിയെ വന്നതുകൊണ്ട് വലിയ സീനില്ല. ഇവിടെയൊക്കെ ഫുള്ളിങ്ങനെ കയറി കിടക്കുമായിരുന്നു വെള്ളമേ. പക്ഷെ ഇപ്രാവശ്യം അത്രത്തോളം ഇല്ല, കുറവാണെന്നാണ് പറയാം. അപ്പം മിക്കവാറും ഇന്നലത്തെ മഴ രാത്രി പെയ്തിട്ടേ അപ്പോൾ തന്നെ തോന്നുകയാണ് സാധാരണ ഇവിടെയൊക്കെ നിറഞ്ഞ് കിടക്കണതാണ്. ഇതിൻ്റെ ഇരട്ടി വെള്ളം ഉണ്ടാകുന്നതാണ്. എന്തായാലും ഇപ്പോഴത്തെ മഴയുടെ പ്രത്യേകതം ഇച്ചിരി കുറവായിരുന്നു എന്ന് തന്നെയാണ് പറയാൻ. അടിച്ച് തെറിപ്പിക്കില്ല എൻ്റെ പൊന്നെണ്ണ. എന്തേലും പോക്കടായി പോണത്. ഇവരൊക്കെ എന്താണ് ഇങ്ങനെ? ഇവിടെ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതൊക്കെ കാല് വെട്ടാൻ പറ്റില്ല. അവിടെ മൊത്തം വെള്ളമാണ്. അവിടെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാല് വെട്ടിയ തൊഴിലേക്ക് തെറ്റിയിട്ട് ചെയ്യും. പരിതാപകരമായ അവസ്ഥ. ക്രോസ് ചെയ്തിട്ട് വരാം. എന്തോ പറഞ്ഞാലും ഇത് മാറാനൊന്നും പോണില്ല. ഭയപ്പെടേ ഇവിടെ കട്ടറില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഞാനേതോ നദിയിലൂടെയാണ് പോകുന്നതെന്ന് തോന്നുന്നു, അതുപോലുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ഒരു ഓടയില്ല. പുള്ളിക്കാരൻ ചെരുപ്പൊന്നുമില്ല, അതേ കൂടെ വരേണ്. ഇത് നടക്കാൻ പറ്റൂല. ശരി തന്നെയല്ലേ? ഇതോടെ ഒരു ആലോചിക്കുക, ഒരാൾ നടക്കണമെങ്കിലുള്ള അവസ്ഥ ആലോചിക്കുകയാണ്. അയാൾക്ക് നടക്കാൻ പറ്റൂല.
നടക്കാൻ പറ്റില്ല. കാരണം ചൊറിയും പിടിച്ചോണ്ടുള്ള ഈ വെള്ളത്തിൽ കൂടെ നടക്കാൻ പറ്റുള്ളൂ. നോക്കിയാണ് ഒരു വണ്ടിയില്ലാത്ത വഴി ഏത് വഴി നടക്കും? വണ്ടിയില്ലാത്ത വഴി നടക്കാൻ പറ്റില്ല. വണ്ടിയില്ലാതെ വഴി നടക്കാൻ പറ്റില്ല. ഇനി വണ്ടിയില്ലെങ്കിലേ അത് കാല് തന്നെ അത് പോകാൻ പറ്റുള്ളൂ. അഴുക്ക വെള്ളമാണ്. എലിപ്പനി മറ്റേ പനിയൊക്കെ പിടിക്കുകയും ചെയ്യും. എന്തു പറഞ്ഞാലും ഇവിടെ ഒന്നും മാറാൻ പോടില്ല. ഇതെങ്ങനെയാണ്, നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ്, നമ്മൾ എന്ത് ചെയ്യുമയ്യ. എല്ലായിടത്തും ഓരോ ഇതുണ്ട്, കുഴി വെച്ചുണ്ട്. എന്തൊരു പറഞ്ഞാലും നീ എൻ്റെ തല്ലേരാതെ, എന്തൊക്കെ പറഞ്ഞാലും നീ എൻ്റെ തല്ലേരാതെ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ മഴ പെയ്താലുള്ള അവസ്ഥ. ചെറിയൊരു മഴ പെയ്താൽ തന്നെ ഇതുവഴിയുള്ള പോക്ക് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. എത്ര ആളുണ്ടെന്നറിയാമോ? എത്രയോ കൊല്ലങ്ങൾ കൊണ്ട് ഇങ്ങനെ തന്നെ. ഈ വണ്ടിയിലെ ഗിയർ ഞാൻ ഒരു വരല്ലേ മാറത്തിരട്ടാ. കണ്ട ഒറ്റ ചൂണ്ട് വരല്ലേ പറ, അത്രയ്ക്ക് ലൈറ്റാണ് ക്ലച്ച്. ശ്രദ്ധിച്ചോണേ, കണ്ട 5-6 ഇത്രേ ഉള്ളൂ. 6-5 ഡൗൺ ചെയ്യാം. കണ്ട ഇത്രേ ഉള്ളൂ ക്ലച്ച്. അൾട്രാ ലൈറ്റാണ്. ഹോണ്ടയുടെ വണ്ടികൾ CBR ഒക്കെ ഇപ്പോഴും അതിൻ്റെ വണ്ടിയുടെ എൻജിനായാലും ക്ലച്ചായാലും എല്ലാം നല്ല പൂ പോലെ തന്നെ ഇരിക്കുന്നത്. എങ്കിലും ഞാൻ അതിനെ കമ്പയർ ചെയ്ത് പറയണമല്ല, എങ്കിൽ പോലും ഞാൻ പറയണതാണ് ഈ വണ്ടിയുടെ എനിക്ക് എൻ്റെ വണ്ടിയിൽ ഫീൽ ചെയ്ത ഒരു കാര്യം. അത്രേ ഉള്ളൂ. ഒരു പ്രീമിയർ പത്മിനി കിടക്കണം. കല തന്നെയല്ലേ വണ്ടി. അപ്പോൾ നമ്മുടെ ഇവിടെ വെള്ളം പൊങ്ങിയാലുള്ള അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അത് നമുക്ക് ടാറ്റാ, ബൈ ബൈ.